വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യാറ്. നിങ്ങൾ യൂഷ്വലി ബുക്ക് വായിക്കുന്നവരും റിവ്യൂസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം അഖിൽ പി ധർമ്മജൻ്റെ ഓജോ ബോർഡാണ്. ഹൊറർ ത്രില്ലർ ജേണലുള്ളൊരു പുസ്തകമാണ് കേട്ടോ. ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. കുറച്ച് പഴയ കോപ്പിയാണ് എൻ്റെ ഇരിക്കുന്നത്. നിങ്ങൾ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ ഇതിനോടകം വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് അഖിൽ പി ധർമ്മജൻ്റെ ഫസ്റ്റ് ബുക്കാണ് കേട്ടോ ഓജോ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ഫേസ്ബുക്കിൽ എഴുതി ഒരു കഥ പോലെ എഴുതി അങ്ങനെ ആളുകൾ അതിനോട് നന്നായി പ്രതികരിച്ച് അവസാനം ഇതൊരു പുസ്തകമായിട്ട് മാറിയതാണ് ഓജോ ബോർഡ് എന്ന് പറഞ്ഞ പുസ്തകം. പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലൈഫ് ബുക്സ് ആണ്. ഇതിന് 160 രൂപയാണ് ഇതിൻ്റെ MRP. 208 പേജാണ് പുസ്തകം. നിങ്ങൾ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ വായിച്ചിട്ട് ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയിട്ട് ഇത് വായിക്കരുത്. ഇത് അങ്ങനത്തെ ഒരു പുസ്തകമല്ല. ഇതൊരു ഫേസ്ബുക്ക് എഴുത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തള്ളിക്കയറ്റം വന്നൊരു സമയമുണ്ടല്ലോ. ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നു, ആളുകൾ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നു. ഇപ്പോൾ അതൊരു വലിയ സംഗതിയല്ല. എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നു. അങ്ങനെയല്ല. ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങുന്ന സമയത്ത് കുറച്ച് ആളുകൾ മാത്രം എഴുതിയിരുന്ന സമയത്ത് കുറേ അധികം ആളുകൾ അത് വായിച്ചിരുന്നൊരു കാലമുണ്ട്. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നൊരു കഥ നോവലായതാണ് ഓജോ ബോർഡ് എന്ന് പറയുന്നത്. എഴുത്തുകാരൻ്റെ ആദ്യ പുസ്തകം എന്നുള്ള നിലയിലുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഇതിലുണ്ട്. അതിൽ ആദ്യം പറയുന്നുണ്ട് 22 വയസ്സ് മാത്രമുള്ളൊരു വിദ്യാർത്ഥിയുടെ സാഹിത്യ പരീക്ഷണം എന്നതിലുപരി. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് പ്രോപ്പറായിട്ട് ഈ പബ്ലിഷിങ് അങ്ങനത്തെ ഇതിലേക്ക് പുതിയ ആളുകൾ വരുന്നതിന് മുൻപേയൊക്കെ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ അതിൻ്റേതായ ചില വീഴ്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനെ ഒരു ഈസി റീഡ് ബിഗിനർ ഫ്രണ്ട്ലി പുസ്തകമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് കാലമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിൽ ഫേസ്ബുക്കിൽ ഇതിന് കിട്ടിയ സ്വീകാര്യത ആ പ്രിൻ്റുകൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നേരെ പുസ്തകത്തിലേക്ക് കിടക്കുന്നത്. ഹൊറർ ത്രില്ലർ കഥയാണ് കേട്ടോ. ഇതിൻ്റെ വൺ ലൈൻ പറയാനാണെങ്കിൽ ഒരു പ്രേതഭവനം പോലത്തെ ഒരു വീട്ടിൽ ആദ്യം ഒരാൾ വരുന്നു, പിന്നെ അയാളുടെ ഒരു ഫ്രണ്ട് വരുന്നു, പിന്നെ അവരുടെ കുറേ ഫ്രണ്ട്സ് വരുന്നു. ഇവരെല്ലാം കൂടി അവിടെ താമസിക്കുന്നു. പിന്നെ ഫ്ലാഷ് ബാക്കിൽ നടന്ന കുറച്ച് കൊലപാതകങ്ങളിലേക്ക് ഇവരുടെ താമസവും ബാക്കി ഹാപ്പനിങ്സും ഒക്കെ ആയിട്ട് പോകുന്നു. അത് സോൾവ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ കഥ. നമുക്ക് ചിലപ്പോൾ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമകളോ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള കഥകളോ ആയിട്ടൊക്കെ ഇതിന് നമുക്ക് തോന്നും ഇതുപോലെയൊക്കെ. പക്ഷേ ഒരു ആദ്യ പുസ്തകം എന്ന നിലയിൽ ഒരുപാട് സംഗതികൾ കഷ്ടപ്പെട്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓജോ ബോർഡ്. ഈ പറയുന്ന പോലെ റാം കെയർ ഓഫ് ആനന്ദി ഓജോ ബോർഡിൽ നിന്ന് ഒത്തിരി ദൂരത്ത് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയറബിൾ അല്ല ഇത്. പറഞ്ഞതിൻ്റെ പഴയ എഡിഷനും അതിൻ്റെ MRP ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ടാവും. ആൻഡ് റീഡേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയാൻ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ഈസി റീഡ് സിമ്പിൾ പുസ്തകമാണ്. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കരുത്. അതിന് മാത്രം കണ്ടന്റ് ഇതിലില്ല. ഒരു നോർമൽ കഥയാണ്. അതിനെ ഒരു പ്രേതഭവനം, പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രേതഭവനത്തിൽ സംഭവിക്കുന്ന ഹാപ്പനിങ്സ് എല്ലാം കൂടി എഴുതി വെച്ചിരിക്കുന്ന ഒരു കഥയാണ്. റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ ഇതിനകത്തുനിന്ന് റൈറ്റിംഗ് ടെക്നിക്കുകളൊന്നും അഡാപ്റ്റ് ചെയ്യാനില്ല. പക്ഷേ ഒരു എഴുത്തുകാരൻ, പുതിയ എഴുത്തുകാരൻ എന്ന നിലയിൽ വളരെ കറേജിയസ് ആയിട്ടാണ് ഒരു പുസ്തകം ഇറക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു പുസ്തകം ഇറക്കാൻ വേണ്ടിയിട്ട് 22 വയസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നോക്കുമ്പോൾ ആൻഡ് ഇവിടെ നിന്ന് റാം കെയർ ഓഫ് ആനന്ദിയിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷണലായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ ഈ വായന. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്തെക്കുറിച്ച് പറയാനില്ല. കാരണം അത്ര വലിയ കഥയൊന്നും ഇതിലില്ല. അതൊരു സിമ്പിൾ പുസ്തകമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും സാധ്യത കുറവാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.